ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോണിൻ്റെ ഡയലറിലെ കുറച്ച് ട്രിക്കുകളാണ്. പലരും ഫോൺ വിളിക്കാനും അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യാനും മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റുകൾ എടുക്കാൻ വേണ്ടി മാത്രമൊക്കെ ആയിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, കോൾ ഡയലർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാവരുടെയും ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഓപ്ഷൻ വരും. ഇതിനകത്ത് കുറേ അധികം സെറ്റിങ്സുകൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവ് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആരൊക്കെ കോൾ വിളിച്ചെന്നുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കോൾ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ഓരോ കോൾ ഹിസ്റ്ററികളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. വീണ്ടും നിങ്ങൾ ആ ലൈൻസിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ നമ്പറുകൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ആ നമ്പറുകൾ നമുക്കിവിടെ ഇതുപോലെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അൺബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് കോൾ റെക്കോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്യാൻ, അതായത് അൺഗോൺ നമ്പറുകളിൽ നിന്ന് വരുന്ന, ആദ്യമായിട്ട് പുതിയ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ ഇതുപോലെ എനേബിൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾവേസ് എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ആൾവേസ് റെക്കോർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മോഡിൽ നെവർ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസത്തേക്കും 30 ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോളർ ID കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് താഴെ നിങ്ങൾക്ക് മോർ ഓപ്ഷനിൽ വായിക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കോളർ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കോളർ ID അനൗൺസ്മെൻറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾവേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്ന സുഹൃത്തുക്കളുടെ പേര് വിളിച്ച് പറയും. നിങ്ങൾക്ക് റിംഗ് ടൂൺ വരുന്ന കൂടെ തന്നെ ഇന്നയാളാണ് നിങ്ങൾ കോൾ ചെയ്യുന്നതെന്നുള്ളത് വിളിച്ച് പറയാനായിട്ട് ഈ ഒരു അനൗൺസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രം മതിയെങ്കിൽ ഒള്ളി യൂസ് ഹെഡ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഈ 2 ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രം മതിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോളുകൾക്കും വേണമെങ്കിൽ ഓൾവേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കോൾ നിങ്ങൾക്ക് വന്നാൽ നമ്പർ മാത്രമുള്ളെങ്കിൽ ആ നമ്പർ പറയും, പേരാണെങ്കിൽ ആ പേര് വിളിച്ച് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള കോളാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കോൺടാക്റ്റ് റിംഗ് ടൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓരോ കോൺടാക്റ്റിനും ഇവിടെ ആ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിംഗ് ടൂണ് നിങ്ങൾക്ക് അവരുടെ പേരിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നോൺ കൊടുക്കാം. ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റിങ്സ് ഭാഗം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത് കാണുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്പ് സൈലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ സൈഡിൽ കീയിലൊന്ന് അമർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോള് പെട്ടെന്ന് തന്നെ നമുക്ക് സൈലൻ്റ് ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോൾ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ സൈഡ് കീയിലൊന്ന് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലൊന്ന് ഫ്ലിപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈലൻ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ അധികം ഡിസ്പ്ലേ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് 2-3 ഓപ്ഷനുകൾ ഡാർക്ക് മോഡ്, ഞാനിപ്പം ഡാർക്ക് മോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് മോഡിലോട്ടാക്കിയാൽ ഇങ്ങനെ ലൈറ്റ് വരും. നമ്മളിപ്പോൾ ഡാർക്ക് മോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് മോഡ് വരുന്നുണ്ട്. ഡാർക്ക് മോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് കൂടുതലായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് ഫോണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഫസ്റ്റ് നെയിം വേണോ അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമോ അല്ലെങ്കിൽ സെർവർ നെയിമോ ആണോ വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഞാനിപ്പം ഡിസ്പ്ലേ ഓപ്ഷൻസ് എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഡാർക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് മോഡിലോട്ട് തന്നെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളെ ഒരാൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ബിസിയൊക്കെ ആണെങ്കിൽ 1, 2, 3 റിങ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇതുപോലെ ഐ ക്യാൻ യു കോൾ ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 3-4 ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റാവും. അപ്പോൾ ഒരാൾ 1, 2, 3 പ്രാവശ്യം നിങ്ങളെ വിളിച്ച് കഴിയുമ്പോൾ ഞാൻ കോൾ തിരിച്ച് വിളിക്കാം എന്ന്, ഞാനിപ്പോൾ എന്തെങ്കിലും ബിസിയാണ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജായിട്ട് ഈ കിടക്കുന്നത് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആക്ടിവിറ്റി സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ടൗണിലൊക്കെയാണോ ഓണടിയും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇത്ര അധികം ഓപ്ഷൻസ് നമുക്ക് സെറ്റിംഗ്സിനകത്തുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.